അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മളുടെ ലൈവ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ പെർഫോമൻസാണ്. നമ്മളെ ആലിക്കോടെ പെർഫോമൻസ് എങ്ങനെയാണ് MT5 ലോഗിൻ ചെയ്തിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സെർവർ എന്നില്ല, റോബോ 4X ആണ് സെർവർ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ സെർവറാണ് നമ്മൾ കോപ്പി ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ MT5 വന്നതിന് ശേഷം 3 ലൈൻസ് ഉണ്ടാവും അവിടെ മുകളിൽ, അത് ക്ലിക്ക് ചെയ്യുക. ലൈക്ക് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ ഇവിടെ ഒരു പ്ലസിൻ്റെ ചിഹ്നം വരും മുകളിലായിട്ട് തന്നെ, അതിന് ക്ലിക്ക് ചെയ്യുക. അവിടെ ഫൈൻഡ് ബ്രോക്കറിനുള്ളവർക്ക് നമ്മൾ റോബോ 4X എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റോബോ 4X എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സെർവർ റോബോ 4X LTD എന്നിട്ടൊരു സെർവർ വരും. അപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇവിടെ ലോഗിനാണ് കൊടുക്കേണ്ടത്. ലോഗിൻ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് ലോഗിൻ ആവില്ല. നമ്മളിതായി ലോഗിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്പേഴ്സാണ് നമ്മൾ കോപ്പി ചെയ്യേണ്ടത്. 3723 എന്ന് സ്റ്റാർട്ട് ചെയ്യണേ കോപ്പി ചെയ്യുക. നമ്മളിവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക, ലോഗിൻ. ഇനി നമുക്ക് പാസ്വേഡാണ് കൊടുക്കേണ്ടത്. അപ്പോൾ പാസ്വേഡ് ഇവിടെ വന്നിട്ട് നമുക്ക് എന്താണെന്നില്ല ചെക്ക് ചെയ്യാം. പാസ്വേഡ് corpex@12345 ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ C ക്യാപിറ്റലാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. പാസ്വേഡ് നമ്മൾ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാൻ പറ്റില്ല, കണക്ഷൻ എറർ എന്ന് നമുക്ക് കാണിക്കും. അപ്പോൾ നമ്മളിവിടെ C വലുത് കൊടുക്കണം. corpex@12345 കംപ്ലീറ്റ് നമ്മൾ കൊടുക്കുക. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സെർവറാണ്, റോബോ 4X സെർവർ പ്രോ തന്നെ കൊടുക്കണം. ഇവിടെ ചിലപ്പോൾ ECN ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാൻ ആക്സസ് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സെർവറിൽ റോബോ 4X പ്രോ തന്നെ കൊടുക്കണം. ഓക്കെ, സേവ് പാസ്വേഡ്. ഇനി നമുക്ക് ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്തതിന് ശേഷം ഇത് ഒരു 55,600 USD എൻ്റെ അക്കൗണ്ടാണ് ഓപ്പൺ ആയി വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ട്രേഡ് എങ്ങനെ നമുക്ക് വാച്ച് ചെയ്യാമെന്നില്ലാണ്. ഇവിടെ ട്രേഡ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ട്രേഡ്സ് കാണാൻ പറ്റും. ഇപ്പോൾ ഓപ്പൺ പൊസിഷൻസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹിസ്റ്ററി പോയി കഴിഞ്ഞാൽ നമുക്ക് ടുഡേ എത്ര പ്രോഫിറ്റ് എടുത്തു എന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ടുഡേ ഇനി ലാസ്റ്റ് വീക്ക് പ്രോഫിറ്റ് കാണുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വീക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് വീക്ക് ഇവിടെ വരും. ഓക്കെ, ലാസ്റ്റ് വീക്ക് നമ്മളെ ബോട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള പൊസിഷൻസാണ് ഇവിടെ വന്നത്. ലാസ്റ്റ് വീക്ക് പ്രോഫിറ്റ് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സെൻറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ ഈ സെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ 100 സെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $1 പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ ഇന്നത്തെ പ്രോഫിറ്റ് കാണിക്കണേ 216 ആണ്. അപ്പോൾ $2 ആണ് ഇന്ന് പ്രോഫിറ്റ് വന്നിട്ടുള്ളത്. നമ്മൾ ഈ ലാസ്റ്റ് വീക്ക് നോക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുള്ളത് 5313 ആണ്. അപ്പോൾ അത് എന്ന് പറയുമ്പോൾ $50 ആണ്. ഓക്കെ, $53 അവിടെ വരും. ഓക്കെ, 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $10 പ്രോഫിറ്റ്. അങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് നോക്കേണ്ടത്. എത്ര പ്രോഫിറ്റ് വന്നില്ല ചെക്ക് ചെയ്യേണ്ടത് അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചാർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ട്രേഡ്സ് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഓപ്പൺ പൊസിഷൻസാണ് ഇപ്പോൾ ഉള്ളത്, ക്ലോസ് ആവാത്ത പൊസിഷൻസാണുള്ളത്. അപ്പോൾ അത് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കോഴ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചാർട്ട് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ചിലപ്പോൾ ഗോൾഡ് ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പ്ലസ് നോക്കിയിട്ട് XAUUSD എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഇവിടെ ആഡഡ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ അത് ഗോൾഡ് VS US ഡോളർ സ്പോട്ട് എന്ന് പറഞ്ഞ പെയറാണ് നമുക്ക് അവിടെ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.